48 വർഷം നീണ്ട സിനിമാ ജീവിതം. നടൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നീ നിലകളിൽ മലയാള സിനിമയ്ക്ക് അഭിമാനമായി മാറിയ അതുല്യ പ്രതിഭ ശ്രീനിവാസന് വിട. ഏറെ നാളായി രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്ന് രാവിലെ ആരോഗ്യസ്ഥിതി മോശമാകുകയും തുടർന്ന് നമ്മെ വിട്ട് പിരിയുകയുമായിരുന്നു. ശ്രീനിവാസൻ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല. തന്റെ സ്വതസിദ്ധമായ അഭിനയ മികവ് കൊണ്ടും ഒപ്പം ശക്തമായ തിരക്കഥകൾ കൊണ്ടും അദ്ദേഹം മലയാളികളെ രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മലയാള നാടക ലോകത്ത് എനിക്ക് പകരക്കാരനായി ഒരൊറ്റയാളേ ഉള്ളൂ. ഞാൻ തന്നെ. സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ ചിരിയുടെ മേമ്പൊടിയോടെ അവതരിപ്പിക്കാൻ ശ്രീനിവാസന് സവിശേഷമായ കഴിവുണ്ടായിരുന്നു. നാടോടിക്കാറ്റ്, സന്ദേശം, വടക്കുനോക്കിയന്ത്രം, തലയണ മന്ത്രം, വരവേൽപ്പ്, മിഥുനം, ചിന്താവിഷ്ടയായ ശ്യാമള, അഴകിയ രാവണൻ, ഉദയനാണ് താരം, കഥ പറയുമ്പോൾ, അങ്ങനെ എത്രയോ ചിത്രങ്ങൾ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചവയാണ്. 5 തവണ കേരള സർക്കാരിന്റെ ചലച്ചിത്ര അവാർഡുകൾ ശ്രീനിവാസന് ലഭിച്ചിട്ടുണ്ട്. ചിന്താവിഷ്ടയായ ശ്യാമള, വടക്കുനോക്കിയന്ത്രം എന്നീ സിനിമകളിലൂടെ ദേശീയ പുരസ്കാരവും അദ്ദേഹം സ്വന്തമാക്കി. 1956 ഏപ്രിൽ 4 കണ്ണൂർ ജില്ലയിലെ പാട്യത്തായിരുന്നു ശ്രീനിവാസന്റെ ജനനം. 48 വർഷക്കാലം നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ 200-ലേറെ സിനിമകളിൽ ശ്രീനിവാസൻ അഭിനയിച്ചിട്ടുണ്ട്. ജീപ്പിലെത്തി 1977 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കത്തിലൂടെയാണ് സിനിമയിലേക്ക് അഭിനേതാവായി അദ്ദേഹം കടന്നുവരുന്നത്. പിന്നീട് 1984 ഓടരുതമ്മാവ, ആളറിയാം എന്ന സിനിമയുടെ തിരക്കഥാകൃത്തെന്ന നിലയിൽ മലയാള സിനിമയിൽ ശ്രീനിവാസൻ തന്റെ സാന്നിധ്യം അറിയിച്ചു. ആ വളവ് തിരിഞ്ഞാലേ ഒരു കുരിശുപള്ളിയാണ്. നീ ഇത് അവിടെ ചെന്ന് ഇല്ലെങ്കിൽ സംഗതി കുഴയും. 1989 പുറത്തിറങ്ങിയ വടക്കുനോക്കി യന്ത്രമായിരുന്നു ശ്രീനിവാസൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ. സാമൂഹ്യ വിഷയങ്ങളെ നർമ്മത്തിന്റെ ഭാഷയിൽ തിരക്കഥയിൽ എഴുതി ശ്രീനിവാസൻ പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചപ്പോൾ ഓരോ മലയാളിയിലും സിനിമ എന്ന മാധ്യമം കൂടുതൽ ജനകീയമാകുക കൂടിയായിരുന്നു. ഫാന്റസികളല്ല അദ്ദേഹത്തിന്റെ തിരക്കഥകൾ, സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതം. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു സിനിമ എടുക്ക്, എന്നെ നായകനാക്കിയിട്ട്. അങ്ങനെ തൊലയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. കഷ്ടപ്പാടുകളിലും പ്രതീക്ഷയുടെ കിരണങ്ങൾ തിരയുന്ന, അത് കണ്ടെത്തുന്ന മനുഷ്യ സാഹചര്യങ്ങളെ രസച്ചരട് മുറിയാതെ ശ്രീനിവാസൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ശ്രീനിവാസന് മാത്രം കഴിയുന്ന ആക്ഷേപഹാസ്യത്തിന്റെ ജനകീയ മുഖമുണ്ട്. അതാണ് പല സിനിമകളിലും നമുക്ക് കാണാനായത്. മാനേജർ സർ, അജപ്പാങ്കാരോട് അങ്ങനെ പറയണ്ടായിരുന്നു. അത് പറയാൻ താനാരാണോ? You shut your bloody mouth. Out, 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 out. ആരെയും കൂസാതെ തനിക്ക് പറയാനുള്ളത് തുറന്നടിക്കുന്ന പ്രകൃതക്കാരന്റെ വാക്കുകൾക്ക് മലയാളികൾ എന്നും കാതോർത്തിട്ടുമുണ്ട്. ശ്രീനിവാസന്റെ വിയോഗം മലയാള സിനിമാ മേഖലയ്ക്ക് നികത്താനാകാത്ത നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തോടൊപ്പമുള്ള സൗഹൃദം പല പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെ എടുത്തു പറയുന്നതാണ്. മലയാള സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ വിനീത്, ധ്യാൻ എന്നീ 2 മക്കളുടെയും ഭാര്യ വിമലയുടെയും നഷ്ടം പോലെ തന്നെ ഓരോ മലയാളിക്കും ആ വേർപാടുണ്ടാക്കിയ വേദന വലുതാണ്. എന്നാലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ എല്ലാ ചലച്ചിത്ര ആവിഷ്കാരങ്ങളിലൂടെയും അദ്ദേഹം ഈ ലോകത്ത് തുടരുക തന്നെ ചെയ്യും. ലെജൻഡുകൾക്ക് മരണമില്ല.